ദുരന്തമുണ്ടായിരുന്ന 7-ാം ദിവസമാണ്. കൃത്യം ഒരാഴ്ച മുമ്പ് വരെ പേരും മേൽവിലാസവും അവർക്ക് കൃത്യമായ അടയാളങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാന യാത്രയിൽ അവർക്ക് അതൊന്നുമില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ബന്ധുക്കൾ എവിടെയോ ഉണ്ട്, അവർക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധം അവർ യാത്രയാവുകയാണ് എന്നുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീർന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കരുണവാനും സ്വർഗത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ ഈ പ്രിയപ്പെട്ട ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനവേഷങ്ങളിലെ മഹത്വത്തോടുകൂടി യാത്രമാകുമ്പോൾ അന്ന് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആശ്രയിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപൂർവ്വം നിന്റെ പാടിപ്പുകൾക്കുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമെത്താൻ ഈ ആത്മാക്കളുടെ കരകൾ കഴിവ് വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും 10 മണി വരെ മേപ്പാടി പ്രിയപ്പെട്ട കർമ്മി ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ ഹൈന്ദവ മതാചാര പ്രകാരമുള്ള കർമ്മം ഇവിടെ നടത്തുകയാണ്. അന്തിമ കർമ്മം പ്രിയപ്പെട്ട ശ്രീ സുനിൽദാസ് സ്വാമിയും സാന്നിധ്യമായി. വന്ദനാത് മൃത്യോർമോക്ഷീയമാ അമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം. ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയ മാ അമൃതാത്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. ഓരോന്നില്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പൂ. കാത്തുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. നീ അയക്കുന്നു നിർത്തുന്നു, നീ നിർത്തുന്നു ദേഹിയേ. നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ക്രിയ മഹാക്രിയ. നിന്റെ കാരുണ്യ സാക്ഷി നീ. എല്ലാ ഒടുക്കം വന്നൈക്യമടയും ശാന്തിതമാമാം ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ.
ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനേകണേ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. രാമ 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 ഭക്തവത്സലാം ദൈവമേ നിന്റെ കാരുണ്യം. തിരിച്ചറിയാൻ ഒരടയാളം പോലും അവശേഷിപ്പിക്കാത്തവർക്കുള്ള യാത്രാമൊഴിയാണിത്. സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. പുത്തുമലയിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ദിവിഷ് മണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിവിഷ്, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, സർവ്വമത പ്രാർത്ഥനയാണ്. ശരിക്കും അതിന് തൊട്ട് മുൻപായിട്ട് ആ ടേബിളുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ കാണുമ്പോൾ ശരിക്കും സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഒരാഴ്ച മുമ്പ് വരെ അവർക്ക് കൃത്യമായിട്ടൊരു പേരുണ്ടായിരുന്നു, മേൽവിലാസം ഉണ്ടായിരുന്നു, അവർ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ എത്തുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ അവർ യാത്രയാകുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം സങ്കടം ഉള്ളിൽ കൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാനും പറ്റുകയുള്ളൂ എന്നാണ്. പൂജ ഇവിടെ ആദ്യം ഇപ്പോൾ ക്രൈസ്തവ രീതിയിലുള്ള പ്രാർത്ഥന പൂർത്തിയായ ശേഷം ഹിന്ദു മതാചാര പ്രകാരമുള്ള പ്രാർത്ഥന പൂർത്തിയായി. ഇനി അടുത്തത് മുസ്ലിം മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ സർവ മത പ്രാർത്ഥന അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഈ സംസ്കാരത്തിലേക്ക് പോകും. പിന്നെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഇത് ഈ ദൃശ്യങ്ങൾ തന്നെ പറയുമല്ലോ ലോകത്തോട്, അല്ലെങ്കിൽ എല്ലാവരോടും, കാണുന്ന മനുഷ്യരോടൊക്കെ പറയുന്നത് പ്രകൃതിയുടെ കലിയിൽ ഒന്നുമല്ലാതെ പോയ കുറേ മനുഷ്യരുടെ ജീവനറ്റ ശരീരങ്ങളാണ്, ശരീരഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു സങ്കടാവസ്ഥയിൽ സത്യത്തിൽ നമുക്ക് കൂടുതലൊന്നും നമുക്ക് വാക്കുകൾ പോലും ഇല്ല. കാരണം ഒരിക്കലും ഇതൊന്നും ആവർത്തിക്കരുതേ എന്ന് വിശ്വാസിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളൊരു ശക്തി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പ്രാർത്ഥിച്ചു പോകുകയാണ്. കാരണം ഇങ്ങനെ ഒരു ദുരന്ത സ്ഥിതിയിലേക്ക് ഒരു നാടിനെ എടുത്തെറിയപ്പെടുക. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ മുണ്ടക്കയിലുള്ള ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവില്ല. കാരണം ഈ ചുരത്തിലൊക്കെയുള്ള ദുരന്തത്തിൽപ്പെട്ടവർ ഇവിടെ ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടാകാതിരിക്കുന്നതാണ് ഒരു കണക്കിന് ഉചിതം. കാരണം എങ്ങനെ താങ്ങും? അവരൊക്കെ ഒരു മരവിപ്പിലേക്ക് പോയെങ്കിലും വീണ്ടും ഇത്തരം കാഴ്ചകൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മുറിവിന്റെ ആഴം, അത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ എത്ര സംവിധാനങ്ങൾ വിചാരിച്ചാലും ആ വേദന മാറ്റാനാവില്ല. പക്ഷെ ഒരു പരിധിവരെ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഈ സമൂഹത്തിന്റെ ആകെ മുന്നിലുള്ള ഒരു വഴി. എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹിതർക്കും ക്ഷമയും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ. Allahu Akbar.
الله وبركاته. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആദരമർപ്പിക്കുകയാണ്. ഈ ഭാഗത്തു നിന്ന് മുഴുവൻ ആളുകളും മാറിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ആദരം ഉൾപ്പെടെ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തു നിന്ന് മാറിയിരിക്കണം. മന്ത്രിമാർക്കും